ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യയിലേക്ക് വ്ളാഡിമിർ പുടിൻ എത്തിയ ദേഷ്യം യൂറോപ്യൻ രാജ്യങ്ങൾക്കും G7 രാജ്യങ്ങൾക്കും എല്ലാം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയും റഷ്യയും തമ്മിൽ അടുക്കുന്നത് അവർക്ക് വലിയ ഒരു താല്പര്യമുള്ള കാര്യമല്ല. കാരണം ഈ പുടിൻ വന്നതിന് ശേഷം പുടിൻ പല കരാറുകളും ഒപ്പുവെച്ചു. ആ കരാറുകൾ ഒപ്പുവെച്ചതിൽ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഒക്കെ നമ്മൾ സംയുക്തമായി പണിയാനുള്ള കരാറുണ്ട്. പോരാത്തതിന് ബോംബറുകൾ അത് പണിയാനുള്ള കരാറുണ്ട്. ബോംബറുകൾ ഇന്ത്യയും റഷ്യയും സംയുക്തമായി പണിയാനുള്ള ബോംബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം, ഒരു ഡെവലപ്ഡ് കൺട്രിക്കുള്ള ഒരു ഏറ്റവും വലിയൊരു ആയുധമാണ്, ഒരു വിമാനമാണ് ബോംബർ വിമാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുടിൻ അലാസ്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടെ വന്നപ്പോൾ ട്രംപ് മുകളിൽ കൂടെ പറത്തിയ 2 ബോംബറുകൾ വവ്വാലിനെ പോലെ ഇരിക്കും. പുടിൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഓ, നീ ബോംബർ പറത്തിയല്ലേ, നീ റഷ്യയിലുള്ള ഇതിന് വലിയ സാധനം ഞാൻ പറത്തി കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് പുള്ളി നോക്കുന്നത്. എന്തായാലും അതൊക്കെ അവരുടെ അഭിമാന പ്രശ്നമാണ്. അപ്പൊ അത്തരത്തിലുള്ള ബോംബറുകളെല്ലാം ഇന്ത്യയും റഷ്യയും സംയുക്തമായി പണിയുമെന്നുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിരുന്നു. അപ്പൊ ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, ദഹിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. മനോരമയുടെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം. മനോരമ പറയുന്നത് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇത് ചൈനയും റഷ്യയുമായിട്ടാണല്ലോ ഭയങ്കര കൂട്ട്, നമ്മൾ അവരുമായിട്ട് വലിയ കൂട്ടൊന്നുമില്ല. പിന്നെ ചൈനയും റഷ്യയായിട്ട് കൂട്ട് വയ്ക്കുമ്പോ ഈ സദ്യയുടെ സൈഡിൽ ഇഞ്ചിക്കറി വിളമ്പുന്നത് പോലെ ചൈന നാളെ ചതിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ പിടിക്കാം. അതുകൊണ്ട് പുടിൻ ജസ്റ്റ് ഒന്ന് വന്നേ ഉള്ളൂ, സഹിക്കുന്നില്ലേ ഉമ്മാർക്കും. മനോരമയുടെ ആഴ്ച പതിപ്പിലോ ഒരു പേജ് ഉണ്ടല്ലോ ഇവരുടെ എഡിറ്റോറിയൽ എഴുതുന്ന പേജിൽ, അതിനകത്ത് എഴുതി അങ്ങ് വച്ചിരിക്കുക വെണ്ടയ്ക്ക അക്ഷരത്തിൽ. ആരാന്തോ ഇതൊക്കെ പടച്ചു വിടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇപ്പോ വരുന്ന റിപ്പോർട്ട്, ഈ പുടിൻ കൊടുത്ത മറുപടി ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ച് കാണുമല്ലോ. ഇപ്പോൾ നമ്മുടെ ജേർണലിസ്റ്റുകൾ ചോദിക്കുന്നു, ഇന്ത്യയും ഇന്ത്യയും പുടിനും തമ്മിലുള്ള, റഷ്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരത്തെ അമേരിക്ക ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ പുടിൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പുടിൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്ക ഞങ്ങളുടെ കയ്യിൽ നിന്ന് ന്യൂക്ലിയർ റിയാക്ടേഴ്സിലോട്ടുള്ള ഈ എണ്ണ മേടിക്കുന്നുണ്ട്, അതും എണ്ണയാണ്. അപ്പൊ അമേരിക്ക യുറേനിയം മേടിക്കുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന്, ഇതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അമേരിക്കയ്ക്ക്. ഇതൊക്കെ മേടിക്കുമ്പോൾ എന്തുകൊണ്ടാ ഇന്ത്യക്ക് എണ്ണ മേടിക്കില്ലെന്ന് അമേരിക്ക പറയുന്നത്? ചേട്ടാ, ടു ബി ഫ്രാങ്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ തുർക്കി മേടിക്കുന്നുണ്ട്, അമേരിക്ക മേടിക്കുന്നുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ പലതും പല രീതിയിൽ കൂടെ ഹംഗറി പല രീതിയിൽ കൂടെ മേടിക്കുന്നുണ്ട് എണ്ണ. അപ്പൊ ഈ അമേരിക്ക എന്തുകൊണ്ടാണ് ഇന്ത്യയോട് മാത്രം എണ്ണ ചൈനയോട് പോലും പറയുന്നില്ല? അതെന്തോ ഒരു സീക്രട്ട് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെന്തായാലും ഒന്ന് പറഞ്ഞു തരണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഇന്ത്യയിലേക്ക് എണ്ണ വരാൻ പാടില്ല, ഇന്ത്യയിലേക്ക് എന്നല്ല ഒരു രാജ്യങ്ങളിലേക്ക് എണ്ണ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് കടൽപാത തടയാൻ പോവുകയാണ് യൂറോപ്യൻ യൂണിയനും G7 രാജ്യങ്ങളും കൂടെ റഷ്യയുടെ. അപ്പൊ ഇത് മറ്റേ നരസിംഹത്തിൽ പറയുന്നത് പോലെ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. റഷ്യയുടെ കടൽപാത തടയാനാണ് അവർ പോകുന്നതെന്നാണ് പറയുന്നത്. 2 ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും? രണ്ടാമത്, ഈ കടൽപാത തടഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത് യൂറോപ്യൻ യൂണിയനും G7 രാജ്യങ്ങൾക്കും? ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ. അത് ഒരു തരത്തിൽ നമ്മൾ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞ കണ്ണടി എന്ന് വേണേൽ പറയാം. അതിന്റെ കാര്യം, നമ്മള് ഈ റിലയൻസ് കമ്പനി, മെയിനായിട്ട് റിലയൻസ് കമ്പനിയാണ്, അവര് ഈ എണ്ണ വാങ്ങിയിട്ട് ചെയ്യുന്ന എന്താണെന്നറിയാവോ? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടല്ല അവർ എണ്ണ വാങ്ങുന്നത്, അത് പ്യൂരിഫൈ ചെയ്തിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ട് ഈ അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിൽക്കുക. ട്രംപ് അതാണ് പറഞ്ഞത്, എടാ നീയൊക്കെ എണ്ണ മേടിക്കരുതെന്ന് പറഞ്ഞ പോട്ടെ, നീയൊക്കെ മേടിച്ചോ, നിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ, അവിടെ പ്രശ്നമാണെന്നാണല്ലോ നിന്റെ നേതാവ് മോദി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നീ അവിടുന്ന് എണ്ണ മേടിച്ച് നിന്റെ രാജ്യത്ത് ചിലവാക്കടാ, അതിന് പകരം നീ അതൊക്കെ ഞങ്ങളുടെ രാജ്യത്തേക്ക് കയറ്റി വെച്ച് കൊള്ളലാഭം ഉണ്ടാക്കുകയാണ്. ഇവിടുത്തെ കമ്പനികൾ അത് അതാണ് അയാളുടെ പ്രശ്നം. അത് അയാൾ പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് നമ്മുടെ മുനീർ പറഞ്ഞത് ജാംനഗറിലുള്ള റിലയൻസിന്റെ റിഫൈനറി അടിച്ച് കളയുമെന്ന്. കാരണം അവർ ചെയ്യുന്നവിടെ അതിപ്പോ ആർക്കായാലും ഒരു കലിപ്പ് വരത്തില്ല ധനുഷ്. കാരണം മേടിക്കരുതെന്ന് പറയുന്നു, ഓക്കെ, ഇനി മേടിക്കുകയാണെങ്കിൽ ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കാതിരുന്നാൽ പോലെ. ഇപ്പൊ ഇന്ത്യ ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിച്ച് സംസ്കരിച്ച് യൂറോപ്പിനും അമേരിക്കയ്ക്കും കൊടുക്കുന്നെങ്കിൽ ട്രംപിന് പറഞ്ഞാൽ പോലെ, നിങ്ങൾ ഇന്ത്യ സംസ്കരിച്ച് തരുന്ന എണ്ണ നിങ്ങൾ മേടിക്കണ്ട എന്ന് പറഞ്ഞാൽ പോലെ. അവിടെ തീരില്ലേ പ്രശ്നം? ഇല്ല, അവിടെയും തീരില്ല. കാരണം ഇത് മേടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ട്രംപ് പറയുന്നതൊക്കെയല്ലല്ലേ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യം, ഈ ഹംഗറി എന്തുകൊണ്ടാണ് ഇപ്പോഴും മേടിക്കുന്നത്? കാരണം ധനുഷ്, നമ്മൾ വിചാരിക്കുന്നത് ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ അതിസമ്പന്നരൊന്നും അല്ല, ഗതിയില്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവർക്ക് ഈ എണ്ണയൊന്നും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. റഷ്യയുടേത്, ഈ റഷ്യയുടെ എണ്ണയും ഗ്യാസും തന്നെയാണ് പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇപ്പോഴും വാങ്ങുന്നത്. പിന്നെ ഹംഗറിക്ക് ഇളവ് കൊടുത്തു. എന്തുകൊണ്ട് ഇളവ് കൊടുത്തു? കാരണം ട്രംപ് കൊടുക്കുവോ പൈസ ഹംഗറി എടുത്ത്? നിങ്ങൾ പോയിട്ട് മേടിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, നിങ്ങൾ വേറെ എവിടെ നിന്നെങ്കിലും പോയി വാങ്ങാൻ പറഞ്ഞു കൊടുക്കില്ലാരും. ട്രംപിന് ഓർഡർ ഇടാൻ പറ്റും. അനുഭവിക്കുന്ന ആ രാജ്യത്തെ ജനങ്ങളാ, അവർക്ക് കാര്യങ്ങൾ അറിയാം. അതാണ് പ്രശ്നം. അപ്പൊ എന്താണ് പിന്നെ ഒരു മാർഗമുള്ളത്? റിലയൻസ് കണക്കൊരു കമ്പനിയെ വരട്ടാന്നേ ഉള്ളൂ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെ വരട്ടാൻ പറ്റില്ല, ഭാരത് പെട്രോളിയത്തെ വരട്ടാൻ പറ്റില്ല, കാരണം അത് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമാണ്.
റിലയൻസ് എന്ന് പറഞ്ഞ ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു കമ്പനിയാണ്. അവരെ വരട്ടാൻ പറ്റും, കാരണം അവർക്ക് അമേരിക്കയുമായിട്ട് ഡീലിങ്സ് ഉണ്ട്, യൂറോപ്യൻ കൺട്രീസുമായിട്ട് ഡീലിങ്സ് ഉണ്ട്, എണ്ണ വ്യാപാരം വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അവരിപ്പോ എന്താ ചെയ്യുന്നത്? ഈ റിലയൻസ് കമ്പനി കുവൈറ്റിൽ നിന്ന് നടക്കുക എണ്ണ വാങ്ങിച്ചിട്ട് ഈ പണി തന്നെയാണ് അവരവിടെയും ചെയ്യുന്നത്. പക്ഷെ ലാഭം കിട്ടത്തില്ല, വലിയ ലാഭം ഉണ്ടാകില്ല. ഈ പണി തന്നെയാണ് അവരവിടെയും ചെയ്യുന്നത്. കാരണം അവരുടെ റിഫൈനറികളൊന്നും ഇന്ത്യയിലേക്കല്ല അവരെണ്ണ ഇറക്കിക്കൊണ്ട് ഇത്രയും നാൾ ഇരുന്നത്. അവരെണ്ണ ഇറക്കിക്കൊണ്ടിരുന്നത് മുഴുവൻ അത് ശുദ്ധീകരിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുക. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 10 രൂപയ്ക്ക് എണ്ണ കിട്ടും. ആ 10 രൂപയുടെ എണ്ണ ഇവിടെ മേടിച്ചോണ്ട് സംസ്കരിച്ചിട്ട് 12 രൂപയ്ക്ക് വിൽക്കും, 2 രൂപ കിട്ടും ലാഭം. അപ്പം ഇതാണ് ഉദ്ദേശം. അപ്പൊ ഇതിനെ തടയിട്ട് കഴിഞ്ഞാൽ അപ്പം ഈ കമ്പനിയെ പെട്ടെന്ന് ബാൻ ചെയ്യാൻ പറ്റും, വരട്ടാൻ പറ്റും. റിലയൻസിനെ സംബന്ധിച്ച് ഈ വരട്ട് കഴിഞ്ഞാൽ നിൽക്കും, കാരണം അവർക്ക് ലോകം മുഴുവൻ ബ്രാഞ്ചുകളും വേറെ അനവധി ബിസിനസ്സുകളും കമ്പനികളും ഉള്ളതാണ്. അപ്പൊ ഉപരോധം വന്നാൽ ആ കമ്പനി പെടും. ഇനിയിപ്പോ റിലയൻസ് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിയാലും നിർത്തിയാലും നമ്മുടെ രാജ്യത്തെ ക്രൂഡ് ഓയിലുമായിട്ട് അതിന് ബന്ധമില്ലാത്തതുകൊണ്ട് നമ്മളെ അത് എഫക്ട് ചെയ്യില്ല പെട്ടെന്ന്. പിന്നെ നമ്മുടെ സർക്കാരിന് കിട്ടുന്ന വരുമാനം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ, അതല്ലാതെ വേറെ ഒന്നും വരുന്നില്ല. അല്ലാതെ ഭാരത് പെട്രോളിയം ഒന്നും നിർത്തിയിട്ട് വില നിർത്താനും പോകുന്നില്ല, പറഞ്ഞിട്ടില്ലല്ലോ ഭാരത് പെട്രോളിയത്തിന്. റിലയൻസ് മാത്രമേ ഉള്ളൂ, അതവർ കേൾക്കും, സ്വാഭാവികമാണ്. ഇപ്പൊ അദാനിയുടെ ആണെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷെ കേട്ടുവന്നിരിക്കും. ഇപ്പൊ നാളെ യൂസഫ് അലി എടുത്ത് ഗൾഫ് രാജ്യങ്ങൾ പറയുകയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കേൾക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഗൾഫ് കൺട്രീസിൽ ഉടനീളം ബിസിനസ് സാമ്രാജ്യമുള്ള ഒരു വ്യക്തിയാണ് MA യൂസഫ് അലി. അപ്പൊ അദ്ദേഹത്തിന് അതും കേട്ടു വരും, കാരണം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അതാണ് വ്യത്യാസം. അദ്ദേഹം പറഞ്ഞു, ട്രംപ് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു, ഇന്ത്യയിലെ ചില കമ്പനികൾ, അതാണ് ഈ ബ്രാഹ്മണർ തടിച്ചു കൊഴുക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്താവന വന്നായിരുന്നല്ലോ ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്ന്. ബ്രാഹ്മണനല്ല കേട്ടോ അംബാനി. അപ്പം ബ്രാഹ്മണർ സമ്പന്നരാകുന്നു ഈ എണ്ണ വിറ്റ്, രക്തം വിറ്റ്, ഞങ്ങളുടെ എന്താണ് അങ്ങനെ എന്തോ അങ്ങനെ ഈ മരണം വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നു എന്താണ്ടൊക്കെ പറഞ്ഞിരുന്നു. അല്ലാതെ ഇപ്പൊ എണ്ണ എവിടെയെങ്കിലും എണ്ണ നിർത്തി വന്നിട്ടൊന്നുമില്ല. അതാണ് അതിന്റെ പ്രശ്നം. അതല്ലാതെ ഇപ്പൊ റിലയൻസ് മേടിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ അത് ഉപയോഗിക്കുമായിരുന്നെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. മറ്റു കമ്പനികളുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് വേണ്ടി, ഭാരത് പെട്രോളിയം ഉണ്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉണ്ട്, ONGC വാങ്ങുന്നു, ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. അതിനകത്തൊന്നും എതിർപ്പില്ല, അവരിപ്പോഴും വാങ്ങുന്നുണ്ട്. 2026 ജനുവരി വരെയുള്ള ഓർഡറും കൊടുത്തു കഴിഞ്ഞു. റഷ്യ അനസൂയ എണ്ണ എത്തിക്കുന്നുണ്ട്, അതിനകത്തൊന്നും ട്രംപിന് പ്രശ്നമില്ല. ട്രംപ് ഇപ്പൊ ചെയ്യാൻ പോകുന്നപ്പോ ഈ വ്യാപാര കരാറിന്റെ ഭാഗമായിട്ട് ഇപ്പൊ താരിഫ് കുറയ്ക്കും. അത് പുള്ളി നവംബർ 11 തന്നെ ശ്രീമാൻ ട്രംപ് പറഞ്ഞു താരിഫ് കുറയ്ക്കും, അവരിപ്പോ എണ്ണ വരവ് കുറച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ ഇവിടെ അതല്ല ഇപ്പൊ ചെയ്യുന്നത്. G7 രാജ്യങ്ങൾ, എനിക്ക് തോന്നുന്നു G7 കട്ടക്കലിപ്പ് വരാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഇന്ത്യ ടുഡേക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ശ്രീമാൻ പുടിൻ പറയുകയുണ്ടായി, G7 എന്തോന്ന് G7 അവരെങ്ങനെയാണ് സാമ്പത്തിക ശക്തിയാകുന്നത്, 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയില്ല, 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയില്ല, ഇവരൊന്നും ഇല്ലാതെ ഇവരെങ്ങനെയാണ് സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് പുള്ളി കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അതിന് ബദലായിട്ടാണ് ഇപ്പൊ G7 കപ്പൽപാതകൾ തടയുന്നത്. പക്ഷെ ഇത് എഫക്ട് ചെയ്യും, റഷ്യയെ അത് ബാധിക്കുക തന്നെ ചെയ്യും. കാരണം റഷ്യയും മറ്റെല്ലാ രാജ്യങ്ങളും, ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും വിദേശ ടാങ്കറുകളാണ് ഈ എണ്ണ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുന്നത്. കാരണം ഇതിനകത്തൊരു വലിയ കാര്യമുണ്ട്. എല്ലാവരും ചോദിക്കും ഈ ഉപരോധം വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് എണ്ണ എത്തിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ, ഇന്ത്യക്ക് സ്വന്തമായിട്ട് 6 ടാങ്കറുകൾ മാത്രമാണ് നിലവിലുള്ളത്. അപ്പം നമ്മൾ ഇതിനൊക്കെയുള്ള മറ്റ് ടാങ്കറുകൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ എണ്ണ ടാങ്കറുള്ള ഒരുപാട് മുതലാളിമാരുണ്ട്. എണ്ണ ടാങ്കർ ഉള്ള ഈ ടാങ്കർ ലോറികളില്ലേ ഉള്ള ഒരുപാട് മുതലാളിമാരുണ്ട്. അപ്പൊ ഈ മുതലാളിമാർ എന്തിനാ ഇത് വണ്ടി എടുത്തിട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ധനുഷിന്റെ പമ്പിലേക്ക് എണ്ണ വേണമെങ്കിൽ ധനുഷ് ഞാനൊരു ടാങ്കർ മുതലാളി എനിക്ക് ഓർഡർ തരും, ചേട്ടാ എനിക്ക് 2 ലോഡ് എണ്ണ വേണം. അപ്പൊ ഞാൻ പോയിട്ട് കരിമുകളിൽ നിന്ന് പോയി എണ്ണ എടുത്തുകൊണ്ട് വന്ന്, കൊച്ചിൻ റിഫൈനറിയിൽ നിന്ന് പോയി എണ്ണ എടുത്തുകൊണ്ട് ധനുഷിന്റെ പമ്പിൽ നിറച്ചു തരികയാണ്. അപ്പൊ എനിക്ക് അതിനുള്ള കൂലിയാണ് കിട്ടുന്നത്. എന്റെ പണി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന ട്രാൻസ്പോർട്ടേഷൻ എന്റെ വണ്ടി വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ലോകത്തെ പല രാജ്യങ്ങൾക്കും ഇതുപോലെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഷിപ്പുകളുണ്ട്. ഏറ്റവും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെയാണുള്ളത്. അത് ഷിപ്പ് മേടിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ എണ്ണ കൊണ്ടുവരുമ്പോൾ ഓരോ ലോഡിനും ഇൻഷുറൻസ് എടുക്കണം, എങ്കിൽ മാത്രമേ നമ്മളും ഈ എണ്ണ സ്വീകരിക്കൂ. തരുന്നവർക്ക് ഗ്യാരണ്ടി വേണ്ടേ? ഈ എണ്ണയാണ്, എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ പൈസ അടച്ചതല്ലേ, നമുക്ക് എണ്ണ കിട്ടണ്ടേ? അതായത് ധനുഷ് എനിക്ക് പൈസ അടച്ചു, ധനുഷിന് എണ്ണ എന്തായാലും കിട്ടണമല്ലോ. എന്റെ വണ്ടി മറിയുകയോ വണ്ടി മുങ്ങുകയോ ഇല്ലെങ്കിൽ വണ്ടി തകർന്ന് തിരിപ്പണോ പൈസ കിട്ടണം. അപ്പൊ ഈ ലോകത്ത് ഈ ഇൻഷുറൻസ് കമ്പനികൾ ബഹുഭൂരിപക്ഷം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇൻഷുറൻസ് കമ്പനികളാണ്. അത് ലോങ് ടേം ഇൻഷുറൻസ് അല്ല, പെർ ലോഡിന് ഇൻഷുറൻസ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. പെർ ലോഡിന് എടുക്കുമ്പോഴത്തേനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് പൈസ അടച്ചാൽ മതി, പെർ ലോഡിനല്ലേ. അല്ലാതെ നമ്മൾ ഈ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുന്നത് ഇത്ര വർഷത്തേക്കല്ല, പെർ ലോഡ്. അപ്പൊ ഈ പാശ്ചാത്യ ഇൻഷുറൻസ് കമ്പനികൾ അതിന് തയ്യാറാകില്ല. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഈ കപ്പൽ കമ്പനികൾ, നമ്മുടെ രാജ്യത്തും ഈ അദാനിക്കും മറ്റുള്ളവർക്കും ഒക്കെ കപ്പലുകളുണ്ട്, അപ്പൊ അവർ ഓടാൻ തയ്യാറാകില്ല. കാരണം ഗ്യാരണ്ടി ഇല്ല. ഇൻഷുറൻസ് ഒരു തരാതെ എങ്ങനെയാണ് ഈ ചരക്കും കൊണ്ടുപോകുന്നത്? അപ്പൊ ഇൻഷുറൻസ് ഇല്ലാതെ വരുമ്പോൾ തന്നെ നമ്മൾ ഓട്ടം നിർത്തും. രണ്ടാമത്തെ കാര്യം, ഡോക്ക് ചെയ്യാൻ പറ്റില്ല മറ്റ് വിദേശ രാജ്യങ്ങളുടെ തുറമുഖങ്ങളിൽ. ഇപ്പൊ ഞാനിപ്പോ ഒരു ടാങ്കർ ലോറി വാങ്ങുന്നത് ധനുഷിന് വേണ്ടി മാത്രം ഓടാനല്ലല്ലോ, എനിക്ക് മുതലാകത്തില്ല ധനുഷിന് വേണ്ടി ഓടിയാലും. ഞാനപ്പം മറ്റു പലർക്കും വേണ്ടി ഓടിയാൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. അപ്പോഴെന്ത് പറ്റും? ആരെയും പിണക്കാതെ എനിക്ക് പോകണമല്ലോ. ധനുഷിനെയും പിണക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവരെ പിണക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്താണ്,
കൂടുതൽ രാജ്യങ്ങളെ പിണക്കാതിരിക്കുന്നതല്ലേ ബുദ്ധി. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആൾക്കാർ എന്താണോ പറയുന്നത് അവരുടെ കൂടെ അങ്ങ് നിൽക്കും. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അവരുടെ കൂടെ നിൽക്കും. കാരണം അവിടെയാണ് കൂടുതൽ ചരക്ക് ഗതാഗതം ഉള്ളത്. അപ്പൊ അവരുടെ കൂടെ നിന്ന പ്രയോജനമുണ്ട് എന്നുള്ള തോന്നലാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഈ കപ്പൽ ഗതാഗതം ഇല്ലാത്തത്. ഓസ്ട്രേലിയയും ഒക്കെയാണ് ഇതിനകത്ത് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇത് വന്ന കപ്പൽ പാതകൾ തടയുമെന്ന് പറയാം. പക്ഷെ റഷ്യ അതിനൊരു മറുമരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം റഷ്യ ഷാഡോ ഷിപ്പ് ഇറക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. റഷ്യ ഇന്ത്യയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എണ്ണ ഞങ്ങൾ അനുസൂതം എത്തിക്കുമെന്ന്. ഷാഡോ ഷിപ്പ് എത്ര ഉണ്ടെന്ന് അറിയാം റഷ്യക്ക്? റഷ്യ നിയന്ത്രിക്കുന്ന ഷാഡോ ഷിപ്പ് 1404 ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഷാഡോ ഷിപ്പ് ഉള്ളത്. എന്താണ് ഈ ഷാഡോ ഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഉടമസ്ഥരാരാണെന്ന് ആർക്കും അറിയില്ല. ഇതിന്റെ സ്രോതസ്സുകൾ എവിടെയാണെന്ന് അറിയില്ല. ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങളെ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം. 1.5 മാസം മുമ്പ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നൊരു ഷിപ്പ്, അതിന്റെ ക്യാപ്റ്റൻ ചൈനക്കാരനായിരുന്നു. റഷ്യൻ ഷിപ്പാണെന്നാണ് പറയുന്നത്, ഷാഡോ ഷിപ്പാണ്. അത് തടഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ. അത് ഏത് രാജ്യത്തിന്റെ ആണെന്ന് അറിയില്ല. പിന്നെ ഈ ഷാഡോ ഷിപ്പുകൾ കൊണ്ടുപോകുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു രാജ്യമുണ്ട് നമ്മുടെ ലോകത്ത്. ഏതാണെന്നറിയാവോ? കിങ് ജോൺ ഉൻ എന്ന് പറയും, ഉത്തര കൊറിയ, നോർത്ത് കൊറിയ. ഇവരുടെ മെയിൻ പണിയെന്ന് വെച്ചാൽ ഇവരാണ് ഈ ഷാഡോ ഷിപ്പിന്റെ ഗതാഗത നിയന്ത്രണം സംവിധാനം റഷ്യയാണ് നടത്തുന്നത്. കാരണം ലോകത്ത് എവിടെയെങ്കിലും ഒക്കെ കണ്ടം ചെയ്യാൻ വെച്ചിരിക്കുന്ന ഷിപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങുക, അതിന്റെ ലൈസൻസ് ഒക്കെ ചുരണ്ട് വേറെ രാജ്യത്തിന്റെ പതാക വെക്കുക, ഇല്ലെങ്കിൽ മറ്റു പതാക വെക്കാനും ഇപ്പൊ കുറെ ലളിതമായ മാർഗമുണ്ട്. കാരണം ഇപ്പൊ ഏത് രാജ്യത്തിന്റെ ടെമ്പററി രജിസ്ട്രേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഷിപ്പ് ഇറക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും യമനിന്റെയോ അല്ലെങ്കിൽ കുവൈറ്റിന്റെ ഒക്കെ ടെമ്പററി രജിസ്ട്രേഷൻ എടുക്കുക. ടെമ്പററി രജിസ്ട്രേഷൻ അതിന് ഷോർട്ട് ടൈമേ ഉള്ളൂ, 1 വർഷമോ 2 വർഷമോ ടെമ്പററി ആണത്. കാരണം ഷിപ്പ് ഓടി ഒരു സ്ഥലത്ത് എത്താൻ തന്നെ മാസങ്ങൾ എടുക്കുമല്ലോ. അപ്പൊ ടെമ്പററി രജിസ്ട്രേഷൻ, അപ്പൊ ടെമ്പററി രജിസ്ട്രേഷൻ വെക്കുമ്പോൾ ടെമ്പററി രജിസ്ട്രേഷൻ എടുത്ത രാജ്യത്തിന് കൊടി വെക്കാൻ ഒരു പെർമിഷൻ ഉണ്ട് ഇപ്പോൾ. ഇത് വെച്ചിട്ടാണ് ഈ ഷാഡോ ഷിപ്പുകൾ കൂടുതൽ പായുന്നത്. കാണുമ്പോൾ ബ്രിട്ടന്റെ കൊടിയൊക്കെ ആയിരിക്കും. അവിടെ ചെന്ന് ബ്രിട്ടീഷുകാർ തന്നെ നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് ബ്രിട്ടനുമായിട്ട് യാതൊരു ബന്ധവും കാണും. ഓടിക്കുന്ന ചൈന, അകത്ത് നിൽക്കുന്ന ഇറാനി, പിന്നെ എണ്ണ കടത്തുന്ന റഷ്യ, മേടിക്കുന്നത് ഇന്ത്യ. ഇതായിരിക്കും അവസ്ഥ. ഇതാണ് ഷാഡോ ഷിപ്പുകളുടെ പണി. അങ്ങനെ 1404 ഷിപ്പുകൾ റഷ്യ ഈ ലോകം മുഴുവൻ ഷാഡോ ഷിപ്പ് നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ എണ്ണ എത്തിക്കും. നിലവിൽ തന്നെ റഷ്യ 44% അവരുടെ ഇന്ധനവും ഈ ഷാഡോ ഷിപ്പ് വഴിയാണ് ലോകത്തെത്തിക്കുന്നത്. ഈ ഷാഡോ ഷിപ്പ് ഉപയോഗിക്കുന്നത് റഷ്യ മാത്രമല്ല, മറ്റു രാജ്യങ്ങളുണ്ട്. വെനിസുലയും ഇറാനും ഇതേ മെത്തേഡിലാണ് ലോകത്തിൽ എണ്ണ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനാണല്ലോ ചൈനയ്ക്ക് എണ്ണ കൊടുക്കുന്നത്, അവരും ഈ മെത്തേഡ് തന്നെയാണ് ഇത് ചെയ്യുന്നത്. വെനിസുല ചെറിയ രാജ്യങ്ങൾക്കാണ് എണ്ണ എത്തിക്കുന്നത്. അതാണ് ഈ ട്രംപ് കയറി പിടിക്കാനുള്ള ഒരു കാരണം. അതാണ് ഇങ്ങനെയാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ പോകുന്നത്. ഈ നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ സംഘർഷം. അതായത് ഒരു തരത്തിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഈ റഷ്യയുടെ ഈ എണ്ണയെ തടയാൻ ഒരു നിർവാഹവും ഇല്ല. അവർ എണ്ണ കച്ചവടം ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഇങ്ങനെ ഷാഡോ ഷിപ്പുകളൊക്കെ ഇറങ്ങി അവർക്ക് ലാഭം കുറവായിരിക്കും. കാരണം അവർ റിസ്ക് എടുത്ത് പൈസ കുറച്ച് കൊടുത്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യം പൈസ കുറച്ചല്ലേ മേടിക്കാൻ ശ്രമിക്കത്തുള്ളൂ, വളഞ്ഞൊഴി കൂടെ വരുന്ന സാധനമല്ലേ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ലാഭം. റഷ്യയെ സംബന്ധിച്ച് തൽക്കാലം പിടിച്ചു നിന്ന് പോകാം എന്നുള്ളത് മാത്രമാണ്. ഇനി ഇതിനെല്ലാം തടയിടണമെങ്കിൽ, ഇതെല്ലാം ഒന്ന് സ്മൂത്താക്കി വെക്കണമെങ്കിൽ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ ഇന്ത്യയെ കൂട്ടുപിടിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതായത് ഇന്ത്യ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇന്ത്യയും ചൈനയും പോലുള്ള 2 രാജ്യങ്ങൾ റഷ്യക്കൊപ്പം കട്ടക്ക് നിന്ന് കഴിയുമ്പോൾ പട്ടിണി കിടക്കത്തില്ലല്ലോ റഷ്യ. എന്തായാലും പട്ടിണിക്കിട്ട് റഷ്യ കൊല്ലാം എന്നുള്ള ഒരു പരിപാടി നടക്കില്ല. അങ്ങനെ ഇവർ ഉറച്ച നിലപാടാണ് എടുത്തിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇന്ത്യ ഇങ്ങനെ ഒരു നിലപാട് എടുക്കില്ലായിരുന്നു. നമുക്ക് പോട്ടെ, സാരമില്ല, ചേരിചേരയാണ്, ഞങ്ങൾ അവിടെ ഇല്ല ഇവിടെ ഇല്ല, നിങ്ങളുടെ കൂടെയാണ്, അല്ല അവരുടെ കൂടെ. ഇപ്പൊ ആ പരിപാടി ഇല്ല. ക്ലിയർ ആയിട്ടാണ് പറയുന്നത്, ഒന്നിനുമില്ല, ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ നിലപാട്, ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകും നോക്കുമ്പോൾ ഒരു കാര്യങ്ങളുമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ട്രംപൊക്കെ വളരെയധികം അയഞ്ഞത്. എനിക്ക് തോന്നുന്നു ട്രംപിന് കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് കിട്ടിയായിരുന്നു ഫിഫയുടെ. അതിൽ പുള്ളി തൃപ്തനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ കിട്ടി പുള്ളി അർമാദിച്ചിരിക്കുന്നതായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ സമാധാനത്തിനൊന്നും വലിയ സ്കോപ്പില്ലല്ലോ എന്ന് കരുതിയിട്ടായിരിക്കാം. ഏതായാലും റഷ്യയെ തടയാനായിട്ട് G7 എത്തുന്നു, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എത്തുന്നു. അതിനെ തടയിട്ടുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് റഷ്യ അവരുടെ ഉപഭോക്താക്കൾക്ക് എണ്ണ അനുസൂതം എത്തിക്കാനുള്ള നീക്കങ്ങൾ മറുവഴിക്ക് നടത്തുന്നു. ഇത് കടലില് വലിയ സംഘർഷങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കും. കാരണം ഇതിനകത്ത് വേറൊരു പ്രത്യേകത ഉണ്ട് ധനുഷേ. ഈ ഷാഡോ ഷിപ്പ് ചുമ്മാതങ്ങ് റഷ്യ വിടില്ല. ഷാഡോ ഷിപ്പ് പോകുമ്പം ഇതുപോലെ തന്നെ ഈ ഷാഡോ ഗുണ്ടകളെയും കൂടെ അതിന്റെ കൂട്ടത്തിൽ വിടാറുണ്ട്. ഈ ഷാഡോ ഗുണ്ടകളായിട്ട് ഹൂത്തി, യമനിലുള്ള ഹൂത്തികള്, ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാര്, ഈ ഉത്തര കൊറിയയുടെ ഗുണ്ടാ ടീം, ഇവരൊക്കെയാണ് ഇതിന്റെ ഇടയ്ക്ക് നിന്നിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊട്ടേഷൻ ടീമുകളാണ് ഈ പരിപാടി. അപ്പൊ എന്ത് പറ്റും, ഇത്തരം ഷിപ്പുകളെ ഇവരാക്രമിക്കും. ഇങ്ങനെയുള്ള ബോട്ടുകൾ, ചെറു ബോട്ടുകളിലും മറ്റും വന്നിട്ട് അത് കടലിൽ കൂടുതൽ സംഘർഷം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ചൈനയ്ക്കും ഉണ്ട് ഇത്തരത്തിലുള്ള ഷാഡോ ഷിപ്പുകൾ. ഇനി ഇന്ത്യക്ക് ഉണ്ടോ എന്ന് അറിയില്ല. കാരണം ഇതാരും ഔദ്യോഗികമായി അംഗീകരിക്കില്ലല്ലോ. ഞങ്ങൾക്ക് കള്ളവണ്ടി ഉണ്ടെന്ന് ഒരു കള്ള ടാക്സി ഓടുന്നവന് അംഗീകരിക്കാറില്ലല്ലോ. നമ്മുടെ നാട്ടിൽ കള്ള ടാക്സി ഓടുന്നവരില്ലേ, അവർ പറയാറില്ലല്ലോ ഞാൻ കള്ള ടാക്സി ആണെന്ന് പറയാറില്ലാത്ത കണക്ക് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. ഇപ്പൊ ചൈനയ്ക്കും ഉണ്ടാകും. അപ്പൊ ഏതായാലും അനുസൂതം എത്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കും. അത് തന്നെയല്ല, അതിനാണ് റൂട്ട് പുട്ടിൻ പറഞ്ഞത്. ബെലാറസിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു റൂട്ട്
വ്ളാഡിസ്കോയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു റൂട്ട്, ഈ റൂട്ടിൽ എവിടെയിട്ട് തടയാൻ പറ്റുമെന്നാണ് പുള്ളി പച്ച മലയാളത്തിൽ ചോദിച്ചത്. ആ റൂട്ടാണ് ഞങ്ങൾ വികസിപ്പിച്ചെടുത്തോണ്ടിരിക്കുന്നത്, ആ റൂട്ട് വഴി എണ്ണ എത്തിക്കൊണ്ടേ ഇരിക്കുമെന്ന്. അവിടെ പിന്നെ ഷാഡോ ഷിപ്പിന്റെ ആവശ്യങ്ങൾ വരുന്നില്ലല്ലോ. കാരണം അതിപ്പോ ഒരു ഇന്ത്യൻ കമ്പനി ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം എണ്ണ ഈ കള്ളവണ്ടിക്ക് എന്തിനാണ് ഈ എന്താ പറയുക ചരിഞ്ഞ കൊമ്പിന് എന്തിനാണ് നെറ്റിപ്പെട്ടോന്ന് ചോദിക്കുമ്പോൾ ഈ കള്ളവണ്ടിക്ക് ഇൻഷുറൻസിന്റെ ആവശ്യമില്ലല്ലോ. കിട്ടുന്ന ലാഭം, ഇന്ത്യക്ക് ലാഭം അവർക്കും മുതലാകും. അതായത് അവരുടെ മുടക്ക് മുതലും കാര്യങ്ങളും തിരിച്ചു കിട്ടുന്ന രീതിയിൽ. അതുകൊണ്ടാണ് ഇപ്പം ഈ ഉപരോധം റോസ്നെഫ്റ്റിനും ലൂക്കോയിലും ഒക്കെ ഉപരോധം വന്നു വെച്ചാൽ മറ്റ് ഉപരോധമില്ലാത്ത ചെറുകിട റിഫൈനറുകളൊക്കെ ഇന്ത്യക്ക് വാരിക്കോരി എണ്ണ കൊടുക്കുന്നത്. ഭാരത് പെട്രോളിയം ഒക്കെ വാരിക്കോരിയാണ് വാങ്ങുന്നത്. ഇപ്പം റിലയൻസ് തുടക്കം മുതലേ തന്നെ അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ലായിരുന്നല്ലോ, അത് അവർ പുറത്തു കൊടുക്കുക. അതാണ് പുട്ടിന്റെ കലിപ്പ് മുഴുവൻ അതല്ല അവിടെ അല്ലേ കിടക്കുന്നത്. നിങ്ങളത് മേടിച്ചോ കുഴപ്പമില്ല, പക്ഷെ അത് ഞങ്ങൾക്ക് തന്നെ മറിച്ച് വിറ്റ് ലാഭം ഉണ്ടാക്കുന്നത് ശരിയാണോ? അതിപ്പോ സ്വാഭാവികമായിട്ട് ഏത് മനുഷ്യനും തോന്നുന്നൊരു കാര്യം തന്നെയാണ് പുട്ടിനും തോന്നിയത്. അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ കലിപ്പ് മുഴുവൻ എടുത്തത്, ട്രംപിന് തോന്നിയത്. അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇത്രയും നിലപാട് എടുക്കുന്നത്. റിലയൻസ് വാങ്ങാൻ നിർത്തിയോടി ട്രംപിന്റെ ആ ഒരു വിഷമം അങ്ങ് മാറിക്കിട്ടി. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നഷ്ടമൊന്നും അത് വരാനും ഇല്ല. ഇതാണ് അതിന്റെ ഒരു സംഭവം, യാഥാർത്ഥ്യം.